കൂട്ടണേ. ഞങ്ങളിങ്ങനെ നിൽക്കാം. ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ വിസയിൽ ചെറിയൊരു പ്രശ്നം വന്നു. അപ്പൊ വിസയിൽ പ്രശ്നം വന്നപ്പോ ഇതാരൊക്കെയാ വിസയിൽ പ്രശ്നം വന്നപ്പോ ഞാൻ നാദർഷയോട് പറഞ്ഞു, നാദർഷ നീ മാത്രമേ ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിം ആയിട്ട്, നിനക്ക് മാത്രമേ അറബി അറിയുള്ളൂ, നീ അതുകൊണ്ട് ഏറ്റവും ഫ്രണ്ട്ലി നിൽക്ക്, അറബി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മറുപടി നീ പറയണം എന്ന് പറഞ്ഞു. നാദർഷ പറഞ്ഞു അത് കുഴപ്പമില്ല, ഞാൻ സോൾവ് ചെയ്യണം. നാദർഷ ഏറ്റവും ഫ്രണ്ട്ലി നിന്നു. അതിന്റെ പുറകിൽ നാദർഷയുടെ ഭാര്യ ദിലീപ്, ദിലീപിന്റെ ഭാര്യ ഞാൻ, നേരത്തെ പറഞ്ഞ ഭാര്യ. ഇങ്ങനെ നിൽക്കുമ്പോ അറബി നാദർഷയുടെ വിസ എടുത്തിട്ട് അറബി നോക്കിയിട്ട് നാദർഷയോട് അറബി ചോദിച്ചു, അപ്പൊ നാദർഷ പറഞ്ഞു ഇതിനും മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്തുണ്ടായിട്ടുണ്ട്? ഇങ്ങനെ അറിയില്ല, ഭാഷ അറിയില്ല. നാദർഷയോട് അറബി പറഞ്ഞു അവരെ പിടിച്ച് മാറ്റി നിർത്താൻ പറഞ്ഞു. മാറ്റി നിർത്തി. അടുത്തത് ദിലീപിന്റെ വിസ നോക്കി അറബി. എന്നിട്ട് അറബി ചോദിച്ചു ദിലീപിനോടും പറഞ്ഞു അറബി അവനെ പിടിച്ച് മാറ്റി നിർത്താൻ പറഞ്ഞു. അടുത്തത് ഞാനാ. എന്നെ കണ്ടപ്പോഴേ അറബിക്ക് ഒരു കള്ളലക്ഷണം ഫീൽ ചെയ്യുന്നു. നമ്മളിങ്ങനെ ഇരിക്കുള്ളൂ. എന്റെ അച്ഛനെ ഇങ്ങനെ പിന്നെ എങ്ങനെ അല്ലാതെ പിന്നെ അതിനോടത്തുള്ള ആളെ മുഖം പറയാൻ നോക്കില്ല. അപ്പൊ ഞാനങ്ങനെ എന്നെ കണ്ടപ്പോഴേ അറബിക്ക് ഇങ്ങനെ ഒരു ലക്ഷണം ഫീൽ ചെയ്തു. അറബി എന്നോട് ചോദിച്ചു, അടി മുതൽ മുകളിൽ വരെ എന്നെ നോക്കിയിട്ട് അറബി ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ വിസരിച്ചു. ഞാൻ പറഞ്ഞത് വേറൊന്നല്ല, നല്ല നൂർത്തി നീ ശരിയാക്കിയിട്ടായിരുന്നു. അത് അറബിക്ക് മനസ്സിലായി, എന്റെ വിഷമം മനസ്സിലായി. വിസ കിട്ടി ഞാൻ പോയി. ഞാൻ പോകുമ്പോൾ ഈ അറബി താടിക്ക് കൈ കൊടുത്തോണ്ടിരിക്കുക. എന്ത് കൊണ്ടാണ് ഈ പതിന് പറഞ്ഞത്? ഈ അറബിയുടെ കാരണം ഞാൻ അറബിയാണ്. അപ്പൊ നമുക്ക് ഭാഷ ഒരു പ്രശ്നമില്ല. നമ്മൾ പഠിച്ചൊരു ഭാഷയുണ്ട് മലയാളം. ആ മലയാളം ഏത് സാഹിബിനോടും അന്തസ്സായിട്ട് പറയാനുള്ള ചങ്കുറ്റം നമ്മുടെ മലയാളികൾക്ക് ഉണ്ടാവണം. ഇന്ന് മലയാളികളില്ലാത്തത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും മലയാളികളുണ്ടെന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ മലയാളി. തെലുങ്ക് എല്ലാം അറിയാം, എല്ലാം അറിയാം. ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടല്ല, പഠിക്കാണ്ട് നിവൃത്തിയില്ല. എന്ത് ചെയ്യാൻ പറ്റാ? പഠിച്ചേ പറ്റൂ. ചില സ്ഥലങ്ങളിൽ ചെറുതുപെട്ട അങ്ങനെയാ. അപ്പൊ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ഈ കൊച്ചനുജന്മാര് എനിക്ക് വേണ്ടി എന്റെ പേരിലും ഇവിടെ ഷിനും പ്രദീപേട്ടനും എല്ലാവരൊക്കെ കൂടി സഹായിച്ച് നമ്മുടെ ഈ നാട്ടില് ഇന്നിപ്പോ കാറിൽ കണ്ട കുഞ്ഞു മോനെ കണ്ടപ്പോ ചങ്കലച്ചു പോയി. ഇവിടെ ഒരു കുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു. ഞാൻ ചാലക്കുടിയിലും ഒരു 10-15 പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കാനുള്ളൊരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരും, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ക്ഷണിക്കും. ചാലക്കുടിയിലൊരു ഉഗ്ര സദ്യയും അങ്ങനെ കുറെ പരിപാടികൾ നമ്മുടെ മനസ്സിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. ഇനി ചാലക്കുടിയിൽ ഞാൻ എന്റെ പരിസരത്ത് തന്നെ ഒരു 3 നില ബിൽഡിങ്ങില് അവിടെ കൊച്ചുകുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കമ്പ്യൂട്ടർ പഠിക്കാനുള്ള ഫ്രീ ആയിട്ട് പഠിക്കാൻ